നിത്യവചനത്തില് മനുഷ്യനെ അശുദ്ധനാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? യഹൂദരുടെ ഇടയിൽ പൂർവികരുടെ പാരമ്പര്യം ഉണ്ടായിരുന്നു. അത് യഹൂദന്മാർക്കെല്ലാം അറിയാം. പൂർവികരുടെ പാരമ്പര്യം അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതാണ്. പൂർവികരുടെ പാരമ്പര്യത്തിൽ വരുന്നതാണ് ചന്തയിലോ പുറത്തൊക്കെ പോയി വന്നാൽ ഹൃദയം ശരീരം ശുദ്ധി വരുത്തിക്കൊണ്ട് കൈകൾ കഴുകി ആഹാരം കഴിക്കുക, കുളിക്കുക, ദേഹശുദ്ധി വരുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. കാരണം ചന്തയിൽ പോയി കഴിഞ്ഞാൽ പൊടിയും അതുപോലെയുള്ള കുറെ വസ്തുക്കളുമായിട്ട് ശരീരം ബന്ധപ്പെടുന്നു. അപ്പോൾ ശുദ്ധമാക്കുക, ശുദ്ധി വരുത്തുക എന്നുള്ള ക്ഷാളന പ്രക്രിയകളെ പറ്റി ഒത്തിരി നിയമങ്ങൾ ഈ പാരമ്പര്യത്തിൽ പറയുന്നുണ്ട്. ഞാൻ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്നുള്ള പ്രമാണമുണ്ട്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. എന്നാൽ അതിന് ഒരു മരണം വരെയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവസംരക്ഷണം കൊടുക്കണമെന്നാണ്. വാർദ്ധക്യത്തിൽ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കണം. അക്കാലത്തും ഇക്കാലത്തും എക്കാലത്തും ഒക്കെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ നോക്കുന്ന ഉചിതമായ രീതിയിൽ സംരക്ഷിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ ആ ഭാരം ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു മാറുന്നവരുണ്ട്. മാതാപിതാക്കന്മാരെ പ്രഹരിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിലൊക്കെ കണ്ടതുപോലെ ചുരുക്കൽ ചില കേസുകളിൽ കൊന്ന കേസുകൾ. അടിസ്ഥാനപരമായ ഒരു പ്രമാണമാണ് മാതാപിതാക്കളുടെ സംരക്ഷണം എന്നുള്ളത്. വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കുക, ആഹാരം കൊടുക്കുക, അത്യാവശ്യമുള്ള ചികിത്സകൾ ചെയ്യുക, സ്നേഹത്തോടെ പെരുമാറുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് പലരും ഒഴിവായിട്ട് ചിലപ്പോൾ എൻ്റെ കാര്യമല്ല, പല മക്കളുണ്ട്, മറ്റേ മകൻ നോക്കിക്കോട്ടെ, മകളും നോക്കിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒഴികഴിവ് കഴിഞ്ഞാൽ പിന്നെ കാര്യമൊന്നും നോക്കണ്ട എന്നുള്ള കുതന്ത്ര സൂത്രങ്ങൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ അവിടെയും ഇവിടെയൊക്കെ കണ്ടെത്താനായിട്ട് കഴിയും. ഇനി ആധുനിക സാഹചര്യങ്ങളിൽ മക്കൾ വിദേശത്തായതുകൊണ്ട് നോക്കാനായിട്ട് പറ്റുകയില്ല. മരിച്ചു കഴിഞ്ഞ് മോർച്ചറി കണ്ടുപിടിച്ചിട്ടുള്ളത് കൊണ്ട് അവരുടെ മൃതസംസ്കാരത്തിന് നല്ലവർ വരും, ചെറിയ വരികയില്ല. ഇനി എന്താണ് അശുദ്ധനാക്കുന്നത്? അപ്പോൾ ഇവിടെ നിയമാവർത്തന പുസ്തകം പറയുന്നതിനാണ് മകൻ ദുർവാശിക്കാരനും ധിക്കാരിയും ഭോജനപ്രിയനും മദ്യപാനിയും ശിക്ഷിട്ട് നന്നാകാത്തവനും ആണെങ്കിൽ മാതാപിതാക്കൾ അക്കാര്യം ശ്രേഷ്ഠന്മാരെ ബോധിപ്പിക്കട്ടെ. മക്കളെ വളർത്തുമ്പോഴുള്ള കാര്യമാണ്. അവരുടെ നിർദ്ദേശപ്രകാരം പട്ടവാദിക്കൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലട്ടെ. ഇതാണ് നിയമാവർത്തനം 21:18 മുതൽ 21 വരെയും പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം കർക്കശമായ നിയമങ്ങൾ യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. മക്കളെ എങ്ങനെ കൊല്ലുന്നുണ്ടാവുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അങ്ങനെയാണ് നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി മാതാപിതാക്കളുടെ ഓഹരി കുർബാൻ അത് നേർച്ചയായിട്ട് ദേവാലയത്തിന് സമർപ്പിച്ചു, അതാണ് കുർബാൻ, ദൈവത്തിന് സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കണ്ട, അന്വേഷിക്കുകയും വേണ്ട. അങ്ങനെ തട്ടിപ്പ് പറഞ്ഞ് രക്ഷപ്പെടുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സംരക്ഷിക്കേണ്ട കടമയില്ല. ഒരിക്കലൊരു കവർച്ചക്കാരൻ ഒരു പൊതിയുമായിട്ട് നടന്നു പോകുന്നവരെ മറ്റേ പൊതി തട്ടിപ്പറിക്കും. അപ്പൊ നിറച്ച് പണമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ പൊതി അഴിച്ചു നോക്കിയപ്പോൾ അതിൽ ചോറ് ഇറച്ചിക്കറിയാ ഉണ്ടായിരുന്നു. ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി ഇനത്തിലായിരിക്കും നമ്മുടെ നാട്ടിൽ. അപ്പൊ അവൻ അന്നേരം ഓർത്തത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച മാംസം ഭക്ഷിക്കത്തില്ല, അതുകൊണ്ട് ആ പൊതിയിലുണ്ടായിരുന്ന ആഹാരം കഴിച്ചില്ല. അപ്പം വെള്ളിയാഴ്ചയുടെ കാര്യം ഓർക്കുന്നുണ്ട്, എന്നാലും മറ്റുള്ളവരെ കൊള്ള ചെയ്യുന്ന കാര്യവും തട്ടിപ്പറിക്കുന്ന കാര്യവും അവൻ ചിന്തിച്ചില്ല എന്നുള്ളതാണ്.
പിന്നെ അന്ധവിശ്വാസങ്ങളുണ്ട്. ഇന്ത്യയിൽ പണ്ട് അന്ധവിശ്വാസമാണ് 1987 വരെയൊക്കെ നടന്നിട്ടുണ്ട്, പിന്നോട്ട് നടത്തില്ല. മാൻസിംഗ് മരിച്ചു, വിധവ ചിതയിൽ സതി അർപ്പിക്കണമെന്നാണ്. എന്ന് വെച്ചാൽ ഭർത്താവിന്റെ ചിതയില് വിധവയായ ഭാര്യ ആ ചിതയിൽ ചാടി ഭർത്താവിനെ വിളിച്ച് മരിക്കണം. അതാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആചാരങ്ങളാണ്. ബ്രിട്ടീഷുകാരാണത് നിർത്തലാക്കിയത്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ 1987 മാൻസിംഗ് മരിച്ചു, വിധവ ചിതയിൽ ചതി അനുഷ്ഠിച്ചു. കഴിയുമ്പോൾ സതിമാത എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആഘോഷങ്ങൾ, ചിലപ്പോൾ ഈ സതി അനുഷ്ഠിച്ചാന്റെ പേരിൽ ആലയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. യഥാർത്ഥ ശുദ്ധി എന്താണെന്ന് യേശു പറയുന്നത്, അതാണ് ഹൃദയശുദ്ധി എന്ന് പറയുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുന്നതാണ്. അപ്പോൾ ഈ തിന്മകളുടെയൊക്കെ ആരംഭം ഹൃദയത്തിലാണ്, നമ്മുടെ ചിന്തയിലാണ് ആരംഭം. നമ്മൾ പറഞ്ഞ സംഭവത്തില് ഈ മോട്ടാവ് യാബ്രഹാമിനെ നോക്കിയപ്പോൾ നല്ലൊരു പൊതിയുണ്ട്, അതിൽ പണം കാണും, അത് പൊട്ടിച്ചാൽ തട്ടിപ്പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഓടിയാൽ മതി, അത് തൻ്റേതാകും, പണം ഇഷ്ടം പോലെ കിട്ടും. പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോയത്. നമ്മുടെ ഈ നാട്ടില് സ്വർണം ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന സ്ത്രീകളുണ്ട്. ചിലര് ഉക്കുകൊണ്ടൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. കാരണം തട്ടിപ്പറിച്ചെടുത്താലും അവിടുന്ന് കിട്ടരുത് എന്നുള്ള ചിന്തയിലും ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഏതായാലും ആലപ്പുഴ ഭാഗത്ത് വന്നിട്ട് ഈ ബൈക്കിൽ വന്നിട്ട് നടന്നു പോകുന്ന സ്ത്രീകളുടെ കഴുത്തിൽ വല്ല ആഭരണമുണ്ടെങ്കിൽ തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് ബൈക്കിൽ തന്നെ രക്ഷപ്പെടുക. ആലപ്പുഴ ഭാഗത്തിന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയ ഒരുത്തൻ അപകടത്തിൽ മരിച്ചതാണ്. സ്പീഡിൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അവന് മരിച്ചു. ഒരു അപകടം ഉണ്ടായി, ബൈക്ക് ആക്സിഡന്റ് വന്നു. ഈ ഒഴിവാക്കേണ്ട തിന്മകളെ പറ്റി ഈ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞത് ഇതെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഒന്ന് ദുശ്ചിന്ത, ഈവെഡിസായി, ഡിയാലോജിസ്മോയി എന്നാണ് അതിന്റെ ഗ്രീക്ക് വാക്ക്. തെറ്റായ ചിന്ത, അത് തെറ്റായ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു. അവൻ തെറ്റായിട്ട് ചിന്തിച്ചു, അവനെ പിടിച്ചു തട്ടിപ്പറിച്ചെടുക്കണം. ഇല്ലെങ്കിൽ കൊള്ളക്കാരനും അക്രമിയൊക്കെ നല്ല വീട് നേരത്തെ നോക്കി വയ്ക്കുന്നു, അവിടെ ആരൊക്കെ ഉണ്ട് എന്ന് ചിന്തിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനായിട്ട് നോക്കുകയാണ്, വീട് കയറി കൊള്ള ചെയ്യാനായിട്ട്. ആളൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ? രണ്ടാമതായിട്ട് പരസംഗം, ഫോർണിക്കേഷൻ, സർവ്വ ലൈംഗിക വൃത്തികളെയാണ് പരസംഗം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് മോഷണം, തൻ്റേതല്ലാത്തത് തൻ്റേതാക്കി മാറ്റുക, അതാണ് മോഷണം എന്ന് പറയുന്നത്. തെറ്റ്, പ്രൊപ്പായി എന്നാണ് പറയുന്നത്. യൂദാസിനെ പറ്റി പറയുന്നത് പണസഞ്ചിയിൽ വീടിരുന്ന് ചിലതൊക്കെ അവൻ കൈവശാക്കിയിരുന്നതാണ്. കാരണം നേരത്തെ തന്നെ ഇങ്ങനെ പണസഞ്ചിയിൽ നിന്നും എടുക്കുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗുരുവിനെ വിറ്റ് ആ പൈസ സ്വന്തമാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ബറാബാസ്, യേശുവിന്റെ സൈഡിൽ കുറ്റത്തറിക്കപ്പെട്ട ബറാബാസ് ഒരു കൊള്ളക്കാരനായിരുന്നു. ജസ്റ്റസ് എന്ന് പറയും, കൊള്ളക്കാരൻ. പിന്നെ കൊലപാതകവും വ്യഭിചാരവും, ജീവനെയും വിശുദ്ധിയെയും ബഹുമാനിക്കാതിരിക്കുക, ജീവനെയും ചാരിത്രത്തെയും വിശുദ്ധിയൊക്കെ ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ നടന്നത് ഈ ഇതിനുള്ള എതിരായിട്ടുള്ള തിന്മകളാണ്. കൊലപാതകം, വ്യഭിചാരം, അല്ലെങ്കിൽ സ്ത്രീകളെ ഉപയോഗിക്കുക, തട്ടിക്കൊണ്ടുപോവുക, കൊല ചെയ്യുക, കുഴിച്ചിടുക, ഇതൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളതാണ് പത്രവാർത്തകൾ. ഇവിടെ കുറെ അസ്ഥികളും കണ്ടുകിട്ടിയിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. അപ്പൊ അത് പിന്നെ ദുരാഗ്രഹം, കവച്വസ് ഡീഡ്സ്, പ്രയോനിമിയ, അതാണ് ദുരാഗ്രഹം. അവകാശമില്ലാത്തത് കൈവശപ്പെടുത്താനായിട്ടുള്ള ആഗ്രഹം. ആഹാബ് രാജാവ്, ഇസ്രായേലിൽ ഒരു രാജാവായിരുന്നു ആഹാബ്. അഹാബിന്റെ ഭാര്യ രാജ്ഞി ജസബേൽ വിജാതീയ സ്ത്രീയായിരുന്നു. നാബത്ത് എന്ന് പറയുന്ന നബോത്തിന് നല്ലൊരു മുന്തിരിത്തോട്ടമുള്ള ഇസ്രായേൽ നാട്ടിൽ സമ്പത്തിന്റെ പ്രധാനപ്പെട്ട ഒന്ന് മുന്തിരിത്തോട്ടങ്ങളായിരുന്നു.
ആ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൾ വിശുദ്ധ മാർഗങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് തട്ടിയെടുക്കുന്നുണ്ട്. നാബോത്തിനെ കൊല ചെയ്തിട്ട് ആ മുന്തിരിത്തോട്ടം തട്ടിയെടുക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ അഹാബ് രാജയോട് പറയുന്നുണ്ട്, നീ നിന്റെ ഭാര്യയെ പോലെ മരിക്കും. ശത്രുക്കളെ യുദ്ധം ചെയ്തവരെ കീഴ്പ്പെടുത്തി രാജാവിനെ കൊന്നു. ജസ്ബൽ രാജ്ഞിയെ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്കിട്ടു. അവള് കഴുത്തൊടിഞ്ഞു മരിച്ചു. പ്രവാചകൻ ഒരു കാര്യം കൂടി പറഞ്ഞു, നായ്ക്കൾ വന്ന് നിന്റെ രക്തം നക്കിക്കുടിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. ദുഷ്ടത സാത്താന്റെ, ദുഷ്ടൻ എന്ന് പറയുന്നത് ദുഷ്ടനിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാമല്ലോ. ദുഷ്ടത പറഞ്ഞാൽ സാത്താന്റെ പണി. അതാണ് തെറ്റായിട്ടുള്ള ഈവിൾ ഡീഡ്സ്, തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങള്, വഞ്ചന, പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക. അതാണ് വഞ്ചന എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടി ആസൂത്രണങ്ങൾ ചെയ്യുക. അത് ട്രോജൻ വാറില് ഒരു തടി കൊണ്ടുള്ള വലിയ ഒരു കുതിരയെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് പട്ടാളക്കാരെ കയറ്റി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് കോട്ടയ്ക്കുള്ളിലേക്ക് ഈ തടിക്കുതിരയെ വലിച്ചുകൊണ്ടുപോയി അകത്താക്കി. അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ പട്ടാളക്കാരൊക്കെ പുറത്തിറങ്ങി. രാത്രിയൊക്കെ അവിടെ ഉണ്ടായിരുന്ന പടയാളികളെയൊക്കെ കൊല ചെയ്തതാണ് ട്രോജൻ വാർ. പടത്തിങ്ങനെ വഞ്ചന നടത്തുക, ഭോഗാസക്തി, കുത്തരിഞ്ഞ ജീവിതം, യാതൊരു ഉടുപ്പുമില്ല. ജസബൽ ആൻഡ് ഹീതൻ. അപ്പൊ ജസബൽ രാജ്ഞി വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ നാട്ടിലെ ആരാധനാഗ്രഹങ്ങളെ കൊണ്ടുവന്ന് ആരാധന നടത്തി. അസൂയ, ഈവിളായി മറ്റുള്ളവർക്ക് ഉയർച്ചയും വളർച്ചയും വരുന്നത് ഇഷ്ടമല്ല. ആരെങ്കിലും നന്നാകുന്നത് ഇഷ്ടമല്ല. അയൽവാസി വീട് വയ്ക്കുന്നത് ഇഷ്ടമല്ല. അവിടുത്തെ കുട്ടികൾ പഠിച്ച് ജോലി കിട്ടുന്നത് ഇഷ്ടമല്ല. ഞാൻ മാത്രം വളരണം, വേറെ ആരും രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള ചിന്ത. അതാണ് അസൂയ. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം, അവിടുത്തെ കുട്ടികളും വളർച്ച പ്രാപിക്കണം, അവർക്ക് ജോലി കിട്ടണം, രോഗികളുണ്ടെങ്കിൽ അവർക്ക് സൗഖ്യം കിട്ടി അവർ കുറെ കാലം കൂടെ ജീവിക്കട്ടെ എന്നുള്ള ആത്മീയമായിട്ടുള്ള ചിന്തയാണ് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. ഭൂഷണം, ബ്ലാസ്ഫമി, അത് ദൈവത്തിനെതിരെയും പറയും. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടന്നില്ലെങ്കിൽ ദൈവത്തോടൊരു ചോദ്യം. പണ്ടൊരു കവിത ഉണ്ടായിരുന്നു, സിനിമാ പാട്ടുണ്ടായിരുന്നു. ഈശ്വരനാണ് എന്നെ സൃഷ്ടിച്ചതെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യം. ഈശ്വരന്റെ ചോദ്യമാണ് ഈ ദൂഷണം എന്ന് പറയുന്നത്. ഈശ്വരനോട് ദൈവം എന്നോട് അനീതി ചെയ്തു, എനിക്ക് രോഗം വരുത്തി, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് രോഗം വരുത്തി, കുടുംബത്തിൽ ആർക്കെങ്കിലും അപകടം ഉണ്ടായി, മറ്റുള്ള ആളുകൾക്കൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തന്നെ എന്തുകൊണ്ട് എന്നോട് അനീതി ചെയ്തു. പ്രാർത്ഥിക്കാൻ കഴിയില്ല, ദൈവത്തോട് ക്ഷമിക്കാനും കഴിയില്ല. ദൂഷണം, എഗസ്റ്റ് മേൻ സ്ലാണ്ടർ എന്ന് പറയുക, എഗസ്റ്റ് മനുഷ്യനെതിരായിട്ട് ദൂഷണം പറയുക, ഇല്ലാത്തതൊക്കെ പറഞ്ഞു വരുത്തുക, മറ്റുള്ളവരെ താറടിക്കുക. ഇതിന് ആധുനിക മാധ്യമങ്ങളുള്ള ആർക്കെതിരെയും എന്തും പറയാം. ഈ മൊബൈലും അതുപോലെ നെറ്റും ഒക്കെ വന്നതോട് കൂടിയിട്ട് ആർക്കെതിരെയും എന്തും പറയാവുന്ന രീതിയായി. അത് ഉയർന്നു നിൽക്കുന്ന, പബ്ലിക്കായിട്ട് ഉയർന്നു നിൽക്കുന്ന ആളുകളാണ്. വഴിയെ പോകുന്നവരൊക്കെ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് സമൂഹത്തിൽ വിലയും നിലയും ഉള്ളവർക്കെതിരെ അവരെ ആക്രമിക്കുന്നത് നവമാധ്യമങ്ങൾ വഴിയായിട്ടാണ്. അഹങ്കാരം, ഉപ്പർത്തനിയാന്ന് പറയും. അഹങ്കാരം, ദൈവത്തിന്റെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കുന്നു. എല്ലാവരെയും തുച്ഛം, ഞാനാണ് വലിയ ആള്. രാജാവ് സിംഹാസനത്തിലിരിക്കുന്നു, അതുപോലെ ചെറിയ ചോട്ട രാജാക്കന്മാരാണെന്ന് വിചാരിച്ചുകൊണ്ട് നിഗളത്തിൽ ജീവിക്കുന്ന ആളുകള്. അതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ദൈവത്തിനോട് സാധന കാലത്തോടെ അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. ദൈവം പറയുമ്പോൾ എല്ലാ ഭൗതികമായതിനെ വിട്ടു ഉപേക്ഷിച്ചു പോകണം. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് ആയുസ് 1000 വർഷം വരെ ആക്കാൻ പറഞ്ഞത് ആയിട്ടില്ല. 10-30 കൊല്ലം കൊണ്ടാകുന്ന അവിടുന്ന്. അപ്പൊ അന്ന് ജീവിക്കുന്നവരെ വയസ്സങ്ങ് നീട്ടുമായിരിക്കും. 1000 വർഷം വരെ കുറച്ചൊന്നുമല്ല.
അതിനുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. നാനോ ടെക്നോളജി ഉണ്ട്, ക്യാൻസറിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നു, ഹൃദയരോഗങ്ങളെ പറ്റുന്നു. ശരീരത്തിലെ സെല്ലുകളാണ് ഈ വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് സെല്ലുകളിൽ വ്യതിയാനം വരുത്താൻ പറ്റുന്നു, കല്ലുപോയെങ്കിൽ കിളിപ്പിക്കാൻ പറ്റുന്നു. അങ്ങനെ ഒത്തിരി വ്യതിയാനങ്ങൾ വരും വർഷങ്ങളിലുണ്ടാകും. ഏതായാലും ഓരോ വർഷങ്ങളൊക്കെ നീട്ടാനായിട്ടൊക്കെ സാധ്യതകൾ വരുന്നുണ്ട്. 20-20 വർഷം കഴിയുമ്പോൾ ഇവർ 40 വർഷമാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ മനുഷ്യന്റെ ആയുസ്സിങ്ങനെ കൂടും. 100 വർഷമൊക്കെ ആയിപ്പോയി. മൂഢത, ഹോളി, അധാർമിക പ്രവർത്തനം കൂട്ടുനിൽക്കുക, അതാണ് മൂഢതയെന്ന് പറയുന്നത്. വിഡ്ഢി കളിക്കുക, ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുക, കുടുംബത്തിലെ സമ്പത്തൊക്കെ ദൂർത്തടിക്കുക, മാതാപിതാക്കന്മാരും തന്നിരിക്കുന്നതിനെ നശിപ്പിക്കുക, അത് കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയുള്ളതാണെന്ന് ചിന്തിക്കാതെ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്ന പ്രവർത്തന, ധാർമ്മിക പ്രവർത്തികൾ, അതാണ് വിഡ്ഢി കളിക്കുക, അതാണ് മൂഢത എന്ന് പറയുന്നത്. ഹോളി, യഥാർത്ഥ ശുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ ഹൃദയശുദ്ധിയാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാരെന്നാണ് യേശു പറയുന്നത്. അപ്പോൾ എനിക്കൊരു തെറ്റുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ മേഖലകളിലൊക്കെ നമ്മുടെ ഹൃദയത്തിലും ചിന്തയിലും ഒക്കെ അവരനെതിരെയും ദൈവത്തിനെതിരെയുള്ള ചിന്താധാരകൾ ഉണ്ടെങ്കിൽ അവയെ തിരുത്തണം. നമ്മളെ തന്നെ ആത്മശോധന ചെയ്യണം, പരിശോധിക്കണം, തിരുത്തണം. ഞാൻ എന്തായിരുന്നു ദൈവകൃപയാലാണെന്ന് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാനിന്ന് ജീവിക്കുന്നെങ്കിൽ ദൈവം എനിക്ക് ജീവനും ചൈതന്യം തന്നുകൊണ്ട് ഈ ലോകത്തിലായിരിക്കാൻ അനുഗ്രഹിക്കുന്നു എന്നുള്ള ചിന്തയാണ് ഇക്കാലത്ത് നമ്മൾ പുലർത്തേണ്ടത്. 1000 വർഷമാകുമ്പോൾ 1000 വർഷത്തെ പരിഗ്രഹിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ഈ ഹൃദയത്തിലെ നന്മ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ വ്യാപാരങ്ങളിലും പ്രവർത്തനങ്ങളിലും ജീവിതത്തിലും ഒക്കെ യേശുവിന്റെ വചനങ്ങൾക്ക് പ്രസക്തി കൊടുത്തുകൊണ്ട് നന്മയുടെ വഴികളിലൂടെ നടന്നു നീങ്ങാനായിട്ട് ശ്രമിക്കാം. ഹൃദയശുദ്ധിയുള്ളവരാകാം. ഹൃദയശുദ്ധിയിൽ നിന്നും നന്മയുടെ പ്രവർത്തനങ്ങൾ കടന്നു വരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും